വാർത്തകളിലേക്ക് കടക്കുന്നു. സംസ്ഥാനത്ത് കിഫ്ബി റോഡുകൾക്കും ടോൾ വരുന്നു. 50 കോടിയിലേറെ മുതൽ മുടക്കുള്ള റോഡുകൾക്കാണ് ടോൾ വരുന്നത്. നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അനുമതി നൽകി. വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു. സൂര്യ, ഇപ്പോൾ നിലവിൽ നമുക്ക് ദേശീയപാതയുടെ ടോളുകളുണ്ട്. അതുതന്നെ നമുക്ക് ഒരു ഘട്ടത്തിൽ ചില സാഹചര്യങ്ങൾ നമുക്ക് താങ്ങാനാകുന്നില്ല. ഇനിയിപ്പോൾ ഈ ഒരു കിഫ്ബി റോഡുകൾക്കും ടോള് വരികയാണ്. തീർച്ചയായും കാളിദാസ്, കിഫ്ബി പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കാനാണ് സർക്കാരിന്റെ നീക്കം. 50 കോടിക്ക് മുകളിൽ മുതൽ മുടക്കുള്ള റോഡുകളിൽ മാത്രമാണ് ടോൾ ഈടാക്കുക എന്നതാണ് പറയുന്നത്. ഇത് സംബന്ധിച്ച നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അനുമതി നൽകി കഴിഞ്ഞിട്ടുണ്ട്. വായ്പ എടുക്കുന്നതിനെ പ്രതിസന്ധി മറികടക്കാനാണ് സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കിഫ്ബിയുടെ കടമെടുപ്പ് സംസ്ഥാനത്തിന്റെ പൊതുകടത്തിൽ ഉൾപ്പെടുത്തിയതോടെയാണ് വായ്പയെടുത്ത് പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കാനുള്ള കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു തിരിച്ചടി ഉണ്ടായത്. വായ്പാ പരിധി വെട്ടിക്കുറച്ചതിനെ സർക്കാരും അതുപോലെ തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ദേശീയ ഹൈവേ അതോറിറ്റി ടോൾ പിരിക്കുന്ന മാതൃകയിലാണ് കിഫ്ബിയും ടോൾ പിരിക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ടോൾ പിരിവിനായി കിഫ്ബി പഠനം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നറിയുന്നു. കിഫ്ബി വായ്പ സംസ്ഥാന സർക്കാരിന്റെ കടബാധ്യത കൂട്ടുന്നുവെന്ന കേന്ദ്രവാദത്തിന് മറുപടിയായിട്ടാണ് കേന്ദ്ര സ്ഥാപനങ്ങളും ഇതുപോലെ കടമെടുക്കുന്നുവെന്ന് കേരളം തുടക്കം മുതൽ തന്നെ വാദം ഉയർത്തുന്നുണ്ട്. എന്നാൽ ഈ സ്ഥാപനങ്ങൾക്ക് തിരിച്ചടവിന് വരുമാനം ഉണ്ടായിരുന്നു എന്നാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ഒരു മറുപടി. ദേശീയപാത അതോറിറ്റിയുടെ ടോൾ വരുമാനം അടക്കം കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കിഫ്ബി റോഡുകൾ ടോൾ പിരിക്കാൻ ഇപ്പോൾ സർക്കാർ നീക്കം തുടങ്ങിയിരിക്കുന്നത്. ഒരു കാര്യം കൂടി, കാരണം ഇപ്പോൾ ഈ ഒരു ടോൾ വരുന്നു, ജനങ്ങൾക്ക് വലിയൊരു അടി നേരിടുന്നു, അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയൊരു പിരിവ് നടക്കും. അല്ലെങ്കിൽ ഈ ഒരു ടോളിനെ സംബന്ധിച്ച് ഒരു ടോൾ വരുമ്പോൾ യാദർശികമായി അല്ലെങ്കിൽ എങ്ങനെയായാലും നമ്മളത് ടോള് കൊടുക്കണം. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നടപടിയല്ലാതെ മറ്റൊരു രീതിയിൽ സ്വന്തം സംസ്ഥാനത്തിൻ്റെ വരുമാനം കൂട്ടി ഇത്തരത്തിലുള്ള ഈ വായ്പാ പ്രതിസന്ധികളൊക്കെ മറികടക്കുന്നതല്ലേ അതിൻ്റെ ഉചിതമായൊരു നീക്കം എന്ന് പറയുന്നത്? ഇതിപ്പോൾ ജനങ്ങൾക്ക് വീണ്ടും വലിയൊരു അടി നേരിട്ടിരിക്കുന്നു എന്നുകൂടി നമുക്ക് പറഞ്ഞൂടെ ഈ ഒരു സാഹചര്യത്തിൽ? അധിക ബാധ്യതയെന്ന് CAG റിപ്പോർട്ടുകൾക്കും അതുപോലെ തന്നെ കേന്ദ്ര നിലപാടുകൾക്കും പിന്നാലെ പദ്ധതികൾക്ക് വായ്പ കിട്ടാത്ത ഒരു പ്രശ്നമുണ്ടായിരുന്നു. അത്തരത്തിൽ വായ്പ കിട്ടാത്ത ഒരു പ്രശ്നം മറികടക്കാൻ കൂടിയാണ് ഈ ടോൾ വഴി സർക്കാർ ഒരു നിർദ്ദേശം വെച്ചിട്ടുള്ളത്. ഇനി ടോൾ ഇല്ലാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കിഫ്ബി അധികൃതർ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ധന സെസ്സും അതുപോലെ തന്നെ മോട്ടോർ വാഹന നികുതിയുടെ പകുതിയുമാണ് ഇപ്പോൾ കിഫ്ബി വായ്പാ തിരിച്ചടവിന് ഉപയോഗിക്കുന്നത്. ആദ്യം ടോളിനെ എതിർത്ത CPM നിലപാട് മാറ്റിയതിനാൽ നയപ്രശ്നമില്ലെന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ അതൊരു തീരുമാനമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ കിഫ്ബി പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള നീക്കം അത് സർക്കാർ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 50 കോടിക്ക് മുകളിൽ മുതൽ മുടക്കുള്ള റോഡുകളിൽ മാത്രമാണ് ടോൾ ഈടാക്കുക എന്നൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്.